السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹാദരണ്യരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി മരണം കൈവരിക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. നരകം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിഭീകരമായ അതിഭയാനകമായ സൃഷ്ടിപ്പാണ്. അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴെല്ലാം, അതിനെക്കുറിച്ച് അറിയുമ്പോഴെല്ലാം അതിൽ നിന്നും അകലാനും ഒരിക്കലും അതിൽ കടക്കാതിരിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ അധികരിപ്പിക്കാനാണ് വിശ്വാസികൾ പരിശ്രമിക്കുക. സച്ചരിതരായ നമ്മുടെ മുൻഗാമികളെ അവരുടെ ഭൗതിക ജീവിതത്തിൽ അരുതായ്മകളിൽ നിന്ന് തടയുകയും നേർവഴിയിൽ അവരെ നിലയുറപ്പിക്കുകയും ചെയ്തത് നരകത്തെക്കുറിച്ച് വന്ന മുന്നറിയിപ്പുകളും നരകത്തിന്റെ അപകടാവസ്ഥകളും ആ വിഷയത്തിൽ വന്ന പ്രമാണങ്ങളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ കരുതണം, സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയത്ത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം എന്ന് വസിയത്ത് ഓതിയിട്ടുണ്ട്. പരലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം മനുഷ്യർക്ക് നേർവഴി നേടിക്കൊടുക്കുന്ന, ജീവിതത്തിൽ നിഷിദ്ധങ്ങളോട് വിരക്തി ജനിപ്പിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് പൂർവികരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവർ ഭയപ്പെട്ടതിന്റെ, പേടിയിൽ വിറച്ചതിന്റെ, പൊറുതികേട് ജീവിതത്തിൽ അനുഭവിച്ചതിന്റെയൊക്കെ ചരിത്രം നമ്മൾ വായിക്കുന്നത്. അതിൽ പിന്നെ കേവലം പേടിയല്ല, വിറക്കലും ഭയക്കലും മാത്രമായിരുന്നില്ല, മറിച്ച് ശിഷ്ടജീവിതം അത് ധന്യമായി സ്ഖലിതങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ പുണ്യം പ്രവർത്തിച്ചുകൊണ്ട് ശിഷ്ടജീവിതം നന്മയിൽ നയിക്കുന്ന ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പറയാറുണ്ട്,
അദ്ദേഹത്തിന്റെ ചുറ്റുമിരുന്നാൽ നരകത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണരുമെന്നാണ്. ഭയാനകമായ അവസ്ഥ അനുഭവിച്ചിരുന്നു എന്നാണ്. കാരണം അവരെയൊക്കെ ചിന്തിപ്പിച്ചിരുന്നത്, അലട്ടിയിരുന്നത് നരകമാകുന്ന അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ശിക്ഷ എന്നുള്ള വിഷയമാണ്. കാരണം നരകവുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളും വിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായി വന്നിട്ടുള്ള അതിന്റെ പേരുകൾ തന്നെ അന്നാർ, ഹുതമ, ലവ, സഖർ, ജഹീം, ജഹന്നം തുടങ്ങിയ പേരുകൾ തന്നെ അറിയിക്കുന്നത് അതിന്റെ ഭീതിയെയും ഭയാനകതയുമാണ്. തീ എന്ന് പറഞ്ഞാൽ, ആഴത്തിൽ അഗാധമെന്ന് പറഞ്ഞാൽ, ഇരുണ്ടതെന്ന് പറഞ്ഞാൽ, കത്തിക്കരിക്കുന്നതെന്ന് പറഞ്ഞാൽ, തീനാളങ്ങളെ ഉയർത്തുന്നതെന്ന് പറഞ്ഞാൽ, എല്ലാം തകർക്കുന്നതും ഒതുക്കുന്നതും എന്ന് പറഞ്ഞാൽ, ഇതൊക്കെയാണ് ഈ ജഹന്നമും ജഹീമും സഖറും ലവയും നാറും ഹുതമയും ഒക്കെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ആയത്തുകളിലെല്ലാം അല്ലാഹു അവസാനിപ്പിക്കുന്നത് സാഅത്ത് മസീറ, ബിഅ്സൽ മിഹാദ്, ബിഅ്സൽ ഖറാർ, ബിഅ്സൽ മസീർ, സാഅത്ത് മുസ്തഖറ, ഇങ്ങനെയൊക്കെ വിശേഷണങ്ങൾ വന്നത്. മോശമായ മടക്കസ്ഥാനം, മോശമായ അഭയസ്ഥാനം, മോശമായ വാസസ്ഥാനം എന്നൊക്കെ അതിൽ വിശേഷണം വന്നിട്ടുള്ളത്. മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത, അല്ലാഹു ആരെങ്കിലും നരകത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ നീ അവരെ അപമാനിതരാക്കി, മാനം കെടുത്തി എന്ന് ഈ ആയത്ത്, നരകത്തിന്റെ ആയത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ നരകത്തീയുടെ കാവൽക്കാരായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അതിന്റെ മേൽനോട്ടക്കാരായിക്കൊണ്ട് അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത് ശക്തന്മാരായ മലക്കുകളെയാണ്. അവരുടെ രൂപം തന്നെയും വളരെ ഭീകരമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹ അന്നാസു വൽ ഹിജാറ, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങൾ സ്വന്തത്തെയും നിങ്ങളുടെ ബന്ധുക്കളെയും ആ നരകത്തീയിൽ നിന്ന് നിങ്ങൾ കാത്തു രക്ഷിക്കുക. വഖൂദുഹ അന്നാസു വൽ ഹിജാറ, അതിന്റെ ഇന്ധനം എന്ന് പറയുന്നത്, ആ നരകത്തിന്റെ വിറക് എന്ന് പറയുന്നത് മനുഷ്യരും അതുപോലെ തന്നെ കല്ലുകളുമാണ്. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അലൈഹാ മലായികത്തുൻ ഗിലാബുൻ ശിദാദ്, ആ നരകാഗ്നിയുടെ കാവൽക്കാരായിക്കൊണ്ട് ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഗിലാബുൻ ശിദാദ്, വളരെ പരുക്കൻ ഹൃദയമുള്ള ശക്തന്മാരായ മലക്കുകളെയാണ് എന്ന് അല്ലാഹു പറയുകയാണ്. തുടർന്ന് ആ മലക്കുകളുടെ വിശേഷണമായി കൊണ്ട് പറയുന്നു, ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതൊന്നും തന്നെ അനുസരണക്കേട് കാണിക്കുന്നതല്ല. വയഫ്അലൂന മാ യുമറൂൻ, കൽപ്പിക്കുന്നതെന്തോ അത് അപ്പടി പ്രവർത്തിക്കുന്നവരാണ്. ഈ നിലക്ക് യാതൊരു നിലക്കുമുള്ള മാനസികമായ അലിവും അതുപോലെ തന്നെ പരുക്കന്മാരായിട്ടുള്ള കഠിനന്മാരായിട്ടുള്ള മലക്കുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിന്റെ കാവൽക്കാരായിക്കൊണ്ട് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അവരെ കുറിച്ച് ഖുർആൻ ഖസനത്തു ജഹന്നം, നരകത്തിന്റെ ഉത്തരവാദിത്തമുള്ളവർ, നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അവരുടെ എണ്ണത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, സഉസ്ലീഹി സഖർ വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽബശർ അലൈഹാ 19. ആ നരകത്തിയുടെ കടുപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. സഉസ്ലീഹി സഖർ, നരകാഗ്നിയിൽ ആ അവിശ്വാസികളെ അവരെ കടത്തി എരിച്ചു കളയുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, വമാ അദ്റാക മാ സഖർ, സഖർ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ലാ തുബ്ഖി വലാ തദർ, അതിൽ വീണതൊന്നിനെയും അത് ബാക്കിയാക്കി കളയുകയില്ല. വലാ തദർ, ഒന്നിനെയും അത് വിട്ടുകളയുകയും ഇല്ല. ലവാഹത്തുൽ ലിൽബശർ, തൊലി കരിച്ച് രൂപം മാറ്റിക്കളയുന്ന തീയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അലൈഹാ 19, അതിന്റെ മേൽനോട്ടത്തിനുണ്ട് 19 മലക്കുകൾ എന്ന്. ഈ 19 മലക്കിന്റെയും നേതാവാണ് മാലിക് എന്ന് പേരുള്ള മലക്ക്. നരകത്തിയിൽ കടന്നെരിയുന്ന നേരത്ത് സത്യനിഷേധികളായ ആളുകൾ ആ മലക്കുകളുടെ നേതാവിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വനാദൗ യാ മാലിക്,
അവർ വിളിക്കുന്നതാണ്, ഏ മാലിക് ലിയഖ്ദി അലൈനാ റബ്ബുക്, താങ്കളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് മരണത്തെ വിധിക്കാൻ ഒന്ന് പറയൂ, അങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാമല്ലോ. അപ്പോൾ ആ മാലിക് അദ്ദേഹം ആ നരകാവകാശികളോട് പറയുന്നത്, ഖാല ഇന്നകും മാകിസൂൻ, നിങ്ങൾ ഇതിൽ നരകത്തിൽ താമസിക്കേണ്ടവർ തന്നെയാണ്, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ലഭിക്കുന്ന ഫലം തന്നെയാണ് എന്ന് അവരോട് അന്ന് മാലിക് പറയുമെന്നാണ്. അതുപോലെ തന്നെ നരകത്തിന്റെ കാവൽക്കാരായ ഇത്തരം മലക്കുകളെ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് അസ്സബാനിയ എന്നാണ്. നരകത്തിന്റെ ഊക്കന്മാരും മല്ലന്മാരുമായിട്ടുള്ള മലക്കുകളാണ് എന്നാണ്. അപ്പോൾ ഇത്രത്തോളം വളരെ കഠോരമായ ശിക്ഷയിൽ നിന്ന് ഒരു അലിവും ഒരു ലോലതയും കാണിക്കാത്ത പരുക്കന്മാരായ മലക്കുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ ഡ്യൂട്ടിയും ഉത്തരവാദിത്വവും ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി നരകത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് സൂറത്തു തഹ്രീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ തന്നെ മനുഷ്യരും കല്ലുകളുമാണ് അതിൽ കത്തിക്കപ്പെടുന്നത്, അതിന്റെ ഇന്ധനം എന്ന് പറയുന്നത്. നമുക്കറിയാം, തീ കത്തിയാൽ അത് കെടുത്താൻ വേണ്ടി നമ്മൾ ഒരുപക്ഷെ കല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നാളെ പരലോകത്ത് ആ നരകത്തിൽ വെച്ച് കല്ലുകൾ കത്തിക്കപ്പെടുമെന്ന് പറയുമ്പോൾ എത്രത്തോളം കാഠിന്യമുള്ളതാണ് നരകത്തീ എന്നത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതുപോലെ തന്നെ നരകത്തിലെ തീയുടെ ചൂട് അതികഠിനമാണ്. നമുക്കൊരിക്കലും ഇഹലോകത്തെ തീയുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നിങ്ങളുടെ ഇഹലോകത്തെ തീയുണ്ടല്ലോ, ആ തീയുടെ നരകത്തിലെ തീ എന്നത് ഇഹലോകത്തെ തീയേക്കാൾ 70 കൂടുതൽ ഇരട്ടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇൻ കാനത്തില്ല കാഫിയ, നമുക്ക് ഈ ദുനിയാവിലെ തീ എന്നെ സഹിക്കാൻ കഴിയാത്തതാണ്, ദുനിയാവിലെ തീ തന്നെ നമ്മുടെ ശരീരത്തെ ഒക്കെ കരിച്ചു കളയാൻ മതിയാകുന്നതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫുദ്ദിലത് അലൈഹിന്ന ബിതിസ്അതി വസിത്തീന ജുസ്അ, ആ നരകത്തീയെ ഇഹലോകത്തെ തീയേക്കാൾ 69 ഇരട്ടി ചൂട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കുല്ലുഹുന്ന മിസ്ലു ഹർരിഹ, അതിലെ ഓരോ ചൂടും ദുനിയാവിലെ ഓരോ തീയുടെ ചൂട് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇനി ആ നരകത്തിന്റെ വലിപ്പവും അതിന്റെ ആഴവും പരപ്പവും എത്രയാണ്? വളരെ വിശാലമായ ആഴമേറിയ ഒരു പാതാള ലോകം തന്നെയാണ് നരകം എന്ന് പറയുന്നത്. അതിന്റെ വിശാലത എത്രത്തോളമാണ് എന്ന് പ്രമാണങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. ഒന്നാമതായി, നരകത്തെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ വലിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു നൽകുന്നുണ്ട്. യുക്താ ബി ജഹന്നമ യൗമഇദിൻ ലഹാ 70000 സിമാമിൻ, നാളെ പരലോകത്ത് ആ നരകത്തെ 70,000 മലക്കുകൾ ചങ്ങലയിൽ വലിച്ചുകൊണ്ട് വരുന്നതാണ്. മഅ കുല്ലി സിമാമിൻ 70000 മലക്കിൻ യജുറൂനഹ, ഓരോ കണ്ണിയിലും അത് വലിക്കുന്ന 70,000 മലക്കുകൾ ഉണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. ആ നരകത്തിൽ കടന്നെരിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. അല്ലാഹു നരകത്തിന് വേണ്ടി മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും അല്ലാഹു ധാരാളം ആളുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എണ്ണമില്ലാത്ത അത്രയും ധാരാളം ആളുകൾ ആ നരകത്തിൽ വന്ന് വീഴുന്നതാണ്. എന്നാൽ ഓരോരുത്തരും നരകത്തിൽ വന്ന് വീഴുമ്പോഴും ദുനിയാവിൽ അവർക്കുണ്ടായിരുന്ന വലുപ്പവും രൂപവുമായിരിക്കില്ല അന്ന് അവർക്കുണ്ടാവുക. ആ നരകക്കാരുടെ വലുപ്പത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആ നരകക്കാരുടെ ശരീര വലുപ്പത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഗിലദ ജിൽദിൽ കാഫിരി 42 ദിറാഅ, സത്യനിഷേധികളുടെ തൊലിയുടെ കട്ടി എന്ന് പറയുന്നത് 42 മുഴം ആയിരിക്കും. വ ഇന്ന ദിർസഹു മിസ്ലു ഉഹദ്, അവരുടെ പല്ലിന്റെ വലുപ്പം പോലും ഒരു ഉഹദ് മലയോളം ഉണ്ടാകുമെന്നുള്ളതാണ്. വ ഇന്ന മജ്ലിസഹു മിൻ ജഹന്നം കമാ ബൈന മക്കത വൽ മദീന, അവരുടെ ഇരിപ്പിടം തന്നെ മക്കയുടെയും മദീനയുടെയും അത്ര വിശാലതയുള്ള ദൂരമുള്ളതായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ അവരുടെ ഇരു ചുമലുകളിലുള്ളയും ചുമലിന്റെയും വഴിദൂരം എന്ന് പറയുന്നത്
3 ദിവസത്തെ വഴിദൂരമാണ്. അപ്പോൾ അത്രത്തോളം വലുപ്പമുള്ള ഭീമാകാരന്മാരായ മനുഷ്യരായിരിക്കും അന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം വലുപ്പമുണ്ടാകുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇത്രയും വലുപ്പമുള്ള പാപികളെ, കോടാനുകോടി മനുഷ്യരെയും ജിന്നുകളെയും നരകത്തിലിട്ടാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യൗമ നഖൂലു ലി ജഹന്നം, അന്ന് നാളെ അന്ത്യദിനത്തിൽ ആ നരകത്തിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്, ഹൽ ഇംതലഅതി, നിനക്ക് മതിയായോ, നീ നിറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ആ നരകത്തി പറയുന്നതാണ്, ഇത്രയും വലിയ മനുഷ്യന്മാരെയും ഒക്കെ ഇട്ട് കരിച്ചിട്ടും ആ നരകത്തി പറയുന്നത്, വതഖൂലു ഹൽ മിൻ മസീദ്, കുറച്ചുകൂടി ഉണ്ടോ റബ്ബേ, ഇനിയും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാളെ നരകത്തി അല്ലാഹുവോട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ജഹന്നം തഖൂൽ ഹൽ മിൻ മസീദ് ഹത്താ യബഅ ഫീഹാ റബ്ബുൽ ഇസ്സത്തി തബാറക വ തആല ഖദമഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇനിയും വേണം എന്ന് നരകത്തി ആവശ്യപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ കാൽപാദം അതിൽ വെക്കുകയും അങ്ങനെ ഫതഖൂലു ഖത്തു വഇസ്സതുക വയുസ്വ ബഅദഹാ ഇലാ ബഅദ്, അത് ഒരു ഭാഗത്തേക്ക് ചുരുണ്ടുകൊണ്ട് അത് പറയുന്നതാണ്, നിന്റെ ഇസ്സത്ത് മുൻനിർത്തിക്കൊണ്ട് പറയട്ടെ, മതി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാളെ പരലോകത്ത് വെച്ച് ആ നരകത്തി പറയുമെന്നാണ്. അതുപോലെ തന്നെ ആ നരകത്തി മനുഷ്യരുടെ തലയൊട്ടിയെ കരിച്ചു കളയാൻ മാത്രം കെൽപ്പുള്ളതാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. കല്ലാ ഇന്നഹാ ലദാ, തീർച്ചയായും ആ നരകം എന്നത് ആളിക്കത്തുന്ന നരകമാകുന്നു. നസ്സാഅതൻ ലിശ്ശവാ, തലയുടെ തൊലിയുരിച്ചു കളയുന്ന, അത് അത്രയും കെൽപ്പുള്ള നരകാഗ്നിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ തീപ്പൊരി പോലും കൊട്ടാര സമാനമാണ് എന്ന് അല്ലാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. ഇന്നഹാ തർമി ബിശററിൻ കൽ ഖസ്ർ, കൊട്ടാര സമാനമുള്ള അത്രയും വലുപ്പമുള്ള രൂപത്തിൽ അതിന്റെ തീപ്പൊരി തെറിപ്പിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. കഅന്നഹു ജിമാലത്തുൻ സുഫർ, ഒരു മഞ്ഞ നിറത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങളെ പോലെ ആയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുർസലാത്തിലൂടെ നമ്മെ അറിയിച്ചു തരികയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ആ തൊലികൾ, മനുഷ്യർക്കുള്ള തൊലികൾ നശിക്കും തോറും പുതിയൊരു തൊലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ഇന്നല്ലദീന കഫറൂ ബിആയാതിന, നിശ്ചയമായും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകൾ, സൗഫ നുസ്ലിഹിം നാറ, അവരെ നരകത്തിലിട്ട് കരിക്കുന്നതാണ്. കുല്ലമാ നബിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അവരുടെ തൊലി കരിഞ്ഞു പോകുമ്പോഴെല്ലാം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു തൊലി നൽകുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? ലിയദൂഖുൽ അദാബ്, അവർ ആ ശിക്ഷയെ ശരിക്കും ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലുപ്പവും അതുപോലെ തന്നെ ഇത്രയും കട്ടിയുള്ള തൊലിയുമൊക്കെ നൽകുന്നത് എന്ന് അല്ലാഹു നമ്മോട് പറയുകയാണ്. അതുപോലെ തന്നെ നാളെ ആ പരലോകത്ത് വെച്ച് നരകാവകാശികൾക്ക് നൽകപ്പെടുന്ന വസ്ത്രം എന്ന് പറയുന്നത് താറ് പോലെയുള്ള ഒരു വസ്ത്രമാണ്. വതറൽ മുജ്രിമീന യൗമൈദിൻ മുഖറനീന ഫിൽ അസ്വാദ്, കുറ്റവാളികളായ ആളുകളെ പരസ്പരം ചേർത്ത് ബന്ദികളാക്കിയ നിലക്കാണ് നാളെ നരകത്തിൽ വെച്ച് കാണാൻ സാധിക്കുക. സറാബീലുഹും മിൻ ഖത്റാൻ, അവരുടെ കുപ്പായം എന്ന് പറയുന്നത് കറുത്ത കീല് പോലെ താറ് പോലത്തെ ഉള്ള വസ്ത്രങ്ങളായിരിക്കും. വതഗ്ശാ വുജൂഹഹുമുൻ നാർ, അവരുടെ മുഖത്തെ നരകം കൊണ്ട് മൂടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം ടാറ് എന്നത് വേഗത്തിൽ തീ പിടിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വസ്ത്രം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫല്ലദീന കഫറു ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളായ ആളുകൾക്ക് തീ കൊണ്ടുള്ള വസ്ത്രം അവർക്ക് മുറിച്ചു കൊടുക്കുന്നതാണ്. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, അതുപോലെ തന്നെ നാളെ അവരുടെ തലക്ക് മീതെ ചൂടുള്ള പാനീയം, ഹമീം എന്ന ചൂടുള്ള പാനീയം അവരുടെ തലയോട്ടിയിൽ ഒഴിക്കുന്നതാണ്. യുസ്ഹറു ബിഹി മാ ഫീ ബുത്തൂനിഹിം വൽ ജുലൂദ്, അവരുടെ വയറ്റിലുള്ളതും അവരുടെ തൊലിയും കരിച്ചു കളയുന്ന വെള്ളമാണ് ഹമീം എന്ന വെള്ളം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നരകാവകാശിയുടെ ഭക്ഷണത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഒന്നാമതായിക്കൊണ്ട് സഖൂം എന്ന വൃക്ഷത്തെ കുറിച്ചാണ്. ഇന്ന ശജറത സഖൂം തആമുൽ അസീം,
നിശ്ചയമായും സക്കൂം വൃക്ഷം എന്ന് പറയുന്നത് അത് നരകക്കാരുടെ പാപികളായ ആളുകളുടെ ഭക്ഷണമാണ്. കൽ മുഹ്ലി, അത് എന്നത് പിന്നെ ഇരുമ്പ് പോലെയുള്ള യഗ്ലി ഫിൽ ബുത്തൂൻ, അത് വയറ്റിൽ നിന്ന് തിളക്കുന്നതാണ്. കഗല്ലിൽ ഹമീം, ചൂടുവെള്ളം തിളക്കുന്നത് പോലെ തിളക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുപോലെ തന്നെ സൂറത്തുൽ ഗാശിയയിൽ അല്ലാഹു പറയുന്നത് വരീ എന്നുള്ള ഭക്ഷണത്തെ കുറിച്ചാണ്. ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ വരീ, അവർക്ക് വരീ എന്നുള്ള ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ല. ആ വരീ എന്ന ഭക്ഷണത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ലാ യുസ്മിനു, അത് അവർക്കൊരു പോഷണവും നൽകുകയില്ല. വലാ യുഗ്നി മിൻ ജൂ, അവരുടെ വിശപ്പിനെ അത് അകറ്റുകയുമില്ല. അങ്ങനെയുള്ള ഭക്ഷണമാണ് നാളെ നരകാവകാശികൾക്ക് നൽകപ്പെടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ നരകത്തിൽ വെച്ച് ഏറ്റവും ചെറിയ ശിക്ഷയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അദ്ദേഹത്തിന്റെ പിതൃവിനായ അബൂ താലിബിന് ലഭിക്കുന്ന ഒരു ശിക്ഷയെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബിനെ കുറിച്ച് പറഞ്ഞു, ലഅല്ലഹു തൻഫഉഹു ശഫാഅത്തി യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് വെച്ച് എന്റെ ശുപാർശ, എന്റെ ശഫാഅത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടേക്കാം. ഫയുജഅലു ഫീ ബഹ്ബാഹിൻ മിനൻ നാർ യബ്ലുഗു കഅബൈഹി, അങ്ങനെ അദ്ദേഹത്തിന്റെ നെരിയാണി വരെ മുങ്ങിപ്പോകുന്ന തരത്തിലുള്ള ഒരു വെള്ളത്തിൽ അദ്ദേഹത്തെ മുക്കുകയും അങ്ങനെ യഗ്ലി ഫീ ദിമാഗു, ആ വെള്ളത്തിൽ കാല് മുക്കുന്നതോടുകൂടി, നെരിയാണി മുങ്ങുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ തല തിളച്ചു മറിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ അത്രയും ഭീകരമായ ഒരു അവസ്ഥയാണ് നാളെ നരകത്തിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ആ നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. وأقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وأصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നരകത്തിന്റെ അതിഭീകരതയും ഭയാനകതയും കുറിച്ചുള്ള പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. ആ നരകത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായി കൊണ്ട് താക്കീത് നൽകിയിട്ടുണ്ട്. അതാണ് സൂറത്തുൽ ലൈലിൽ അല്ലാഹു പറഞ്ഞത്, ഫഅൻദർതുകും നാറൻ തലദ്ദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നരകത്തിയെ കുറിച്ച് നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. ഈ താക്കീതുകൾ ചെവികൊള്ളാത്തവർ നരകത്തിൽ നാളെ ഖേദിക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വലില്ലദീന കഫറൂ ബിറബ്ബിഹിം, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ സത്യനിഷേധികളായ ആളുകൾ, അവർക്ക് അദാബു ജഹന്നം, നാളെ നരകത്തിന്റെ ശിക്ഷയുണ്ടാവുന്നതാണ്. വബിഅ്സൽ മസീർ, എത്ര മോശമായ മടക്കമെന്ന് അല്ലാഹു ഈ ആയത്തിലൂടെ പറയുകയാണ്. ഇദാ ഉൽഖു ഫീഹാ സമീഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ, അവരെ ഓരോരുത്തരെയും അതിലേക്ക് ഇടപെടുമ്പോൾ സമീഉ ലഹാ ശഹീഖൻ, അതിന്റെ ആ തീയുടെ ആ ഒരു ഗർജനം കേൾക്കുന്നതാണ്. വഹിയ തഫൂർ, അത് തിളച്ചു മറിയുന്നതാണ് ആ തീ. തകാദു തമയ്യസു മിനൽ ഗൈദ്, അങ്ങനെ ആ നരകം കോപം നിമിത്തം പൊട്ടിപ്പൊളരുമാരു ആകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അങ്ങനെ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, ഓരോ കൂട്ടരെയും ആ നരകാഗ്നിയിൽ കൊണ്ടിടുമ്പോഴും സഅലഹും ഖസനതുഹാ, അതിന്റെ കാവൽക്കാരായ പാറാവുകാരായ മലക്കുകൾ അവരോട് ചോദിക്കുന്നുണ്ട്, അലം യത്തിക്കും നദീർ, നിങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിട്ടില്ലേ? അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ചു തരുന്ന ഒരു താക്കീതുകാരൻ നിങ്ങൾക്ക് വന്നിട്ടില്ലേ എന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയും, ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, നമുക്ക് അങ്ങനെ ഒരു താക്കീതുകാരൻ വന്നിട്ടുണ്ട്, എന്നാൽ ഫകദ്ദബ്നാ, ഞങ്ങൾ കളവാക്കി കളഞ്ഞു. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ, അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊന്നും തന്നെ ഇറക്കിയിട്ടില്ല.
ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, നിങ്ങൾ വലിയ വഴികേടിലാണ് എന്ന് നമ്മൾ അവരോട്, താക്കീതുകാരോട് നമ്മൾ പറയുകയാണ് ചെയ്തത് എന്ന് അവർ ഖേദത്തോടു കൂടി നാളെ പറയുമെന്നാണ്. എന്നിട്ട് അവർ പറയും വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു, നമ്മൾ അവർ പറയുന്നത്, ആ താക്കീതുകാര് വന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് കേൾക്കുകയും അതൊന്ന് ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, നമ്മൾ ഈ നരകത്തിന്റെ ആൾക്കാരിൽ പെട്ടുപോകുമായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു വലിയ പാപത്തെ അവർ തിരിച്ചറിയുകയും അവർ ഖേദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫാത്തിറിലൂടെ പറയുന്നത് വഹും യസ്തരിഖൂന ഫീഹ, അവരെ ആ നരകത്തിൽ വെച്ച് അട്ടഹസിക്കുന്നതാണ്. എന്താണ്? റബ്ബന അഖ്രിജ്ന നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, നമ്മൾ മുമ്പ് ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള നല്ല സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യാം, അല്ലാഹുവേ നീ ഒന്ന് ഞങ്ങളൊന്ന് മടക്ക് എന്ന് അവര് ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിനോട് അപേക്ഷിക്കുമെന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, ആ ഒരു നരകത്തീയിൽ നിന്ന് ഒരിക്കലും മടക്കമുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ആ നരകത്തീയെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഫുർഖാനിലൂടെ അവന്റെ ഇബാദുർ റഹ്മാൻ, അവന്റെ പരമകാരുണ്യകനായ അള്ളാഹുവിന്റെ അടിമകളെ കുറിച്ച് പറയുന്ന ആ ഒരു ഭാഗത്തിൽ അവരുടെ ഒരു പ്രാർത്ഥനയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതാണ് വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, അല്ലാഹുവേ ഞങ്ങളെ നീ നരകത്തിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ഇന്ന അദാബഹ കാന ഖറാമ ഇന്നഹ സാഅത് മുസ്തഖറൻ വ മുഖാമ എന്നുള്ള ഈ ഒരു പ്രാർത്ഥന അവർ പ്രാർത്ഥിക്കുമെന്നാണ്. അല്ലാഹുവിന്റെ റഹ്മാനായവൻ, അല്ലാഹുവിന്റെ അടിയാന്മാർ ആ രൂപത്തിൽ ഈ നരകത്തെ തീയെ നിന്ന് കാത്തു രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്ത് വീഴ്ചകൾ സംഭവിക്കാതെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الحمد لله.